ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങളുടെ ഇളയ മോളുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം അതിൻ്റെ ആ ഒരു വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾക്ക് ഹൾക്കിൻ്റെ കേക്ക് വേണമെന്നായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു കേക്കാണ് ഉണ്ടാക്കിയത്. തലേദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേക്ക് ഉണ്ടാക്കാനെല്ലാം പെറുക്കി വെച്ചത് തന്നെ. ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ ബാക്കി കാര്യങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് ഒത്തിരി ധൃതി പിടിച്ചാണ് കേക്കൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും ഞാനൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. 2 വാനില സ്പഞ്ച് കേക്കും പിന്നെ 2 പ്ലം കേക്കുമാണ് ഞാൻ ചെയ്തത്. പ്ലം കേക്ക് സ്കൂളിലേക്ക് മുറിച്ച് കൊടുത്തു വിടാനായിരുന്നു. ഈ സ്പഞ്ച് കേക്ക് നമുക്കിവിടെ മുറിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു. പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് തന്നെയാണ്. ബാക്കിയൊക്കെ ഇനി നമുക്ക് സമയം പോലെ ഇടാം. അപ്പോൾ പ്ലം കേക്ക് ആദ്യം തന്നെ നമ്മൾ മുറിച്ച് അത് സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് രാത്രി ആയപ്പോഴാണ് കേക്ക് പിന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തത്. ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും രാത്രി ആയായിരുന്നു. അവസാനം നോക്കിയപ്പോഴാണ് എൻ്റെ കയ്യിൽ കേക്ക് ബോർഡില്ല. പിന്നെ ഞാനൊരു പ്ലേറ്റിൽ തന്നെയാണ് കേക്ക് സെറ്റ് ചെയ്തത്. നമുക്ക് തന്നെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ രാത്രിയായി ഇത് സെറ്റ് ചെയ്യാൻ. അപ്പോഴേക്കും പിന്നെ പിള്ളേരും അങ്ങ് ശല്യമായിരുന്നേ. എല്ലാവരും കൂടെ വന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ കേക്ക് ആകെ നാശമാവുമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ചിട്ട് ഞാൻ ആദ്യം നിർത്തി വെച്ചു രാത്രി. ഹൾക്ക് ഇങ്ങനെ പൊട്ടിച്ചു വരുന്നതായിട്ട് ഒരു ഫോൾട്ട് ലൈൻ പോലെ. പിന്നെ എനിക്ക് ആ ഒരു ഡിസൈൻ അത്ര സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ പിന്നെ അതിൻ്റെ മേളിൽ കൂടെ വെറുതെ ഇങ്ങനെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തു. അതെല്ലാം കൂടെ ശല്യവും പിന്നെ ആകെ ഒരു ക്ഷീണമൊക്കെ ആയിരുന്നേ. അതുകൊണ്ടാണ് പിന്നെ രാത്രി അങ്ങനെയൊക്കെ ആക്കി വെച്ചത്. രാവിലെ കണ്ടപ്പോൾ എനിക്കതെന്തോ അത്ര സുഖമായിട്ട് തോന്നിയില്ല. കുറച്ച് ഭാഗം കേക്ക് ഇങ്ങനെ തുരന്ന് ഒരു ഫോൾട്ട് ലൈൻ രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ എനിക്കത് സ്മൂത്ത് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. അത് ഒട്ടിച്ച് വെച്ചതൊക്കെ പിന്നെ പ്രോബ്ലം ആവുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ മേളിൽ കൂടെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഇങ്ങനെ ഒരു എന്താ പറയുക, കോട്ട പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി വരുന്ന ഹൾക്ക്, അതാണ് അവളുടെ തീം. അവൾ പറയുന്ന തീം ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം വരെ കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്കത് ചെയ്തു തന്നില്ലല്ലോ എന്നും പറഞ്ഞ്. അതുകൊണ്ട് ഇങ്ങനെയാക്കി വെച്ചു. പിന്നെ ഇന്നലെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന് വൈകിട്ടാണ് കേക്ക് മുറിച്ചത്. അപ്പോഴേക്കും ഒത്തിരി ടയേർഡായിരുന്നു. വേറെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ തിരക്ക് പിടിച്ചിട്ടാണ് വന്ന്. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കേക്ക് കട്ട് ചെയ്തത്. അതിൻ്റെ പിക്ചേഴ്സാണ് പിന്നെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ആ കേക്ക് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആക്രമണം എന്നുള്ളതാണ്. ഇവിടെ പിന്നെ കേക്ക് പെട്ടെന്ന് കഴിച്ചോളും, പിള്ളേരുള്ളത് കൊണ്ട് അവരെല്ലാവരും കൂടെ അങ്ങ് കഴിച്ച് തീർക്കും. അതുപോലെ ഇത് ചെറിയ കേക്കാണ്, ഞാൻ വെറും 1 kg കേക്ക് മാത്രമാണ് ചെയ്തത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.